أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. أعوذ بسم الله. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ഓക്കെ, ഇത് അടുത്തത് അത് കഴിഞ്ഞിട്ട് ഓതാം. ഇതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. വലൗ തറ എന്നുള്ള വലൗ തറ ഇത് രണ്ടോ അല്ലെങ്കിൽ നാലോ ഓപ്ഷൻസ് ഉണ്ട്. മദ്ദക്ഷരവും ഹംസും രണ്ടും രണ്ട് വേർഡിലായതുകൊണ്ട് വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം എങ്ങനെ ഓതേണ്ടത്? ഇഖ്ഫ ആണ്. റബ്ബിഹിം റബ്ബന, അവിടെയും റബ്ബന അബ്സ്വർന എന്നും ഓതാം, അല്ലെങ്കിൽ റബ്ബന അബ്സ്വർന, നാലോ രണ്ടോ അത്ര മതി. വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹ, കൂട്ടി ഓതുമ്പോൾ സ്വാലിഹൻ ഇന്ന അല്ലേ, ഇദ്ഹാറാണ്. അല്ലാതെങ്കിൽ സ്വാലിഹ ഇന്ന മൂഖിനൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഓതിയ ആയതായിരുന്നു ഖുൽ തവഫാക്കും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നിങ്ങളെ പിടിക്കാൻ, നിങ്ങളെ കൊണ്ടുപോകാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യും? പിടിക്കും, അത് ഏറ്റെടുക്കും അല്ലേ, ആ മലക്കുൽ മൗത്ത്. എല്ലാവരും നിങ്ങളൊക്കെ നിങ്ങളെ റബ്ബിങ്കിലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകുകയും ചെയ്യും. അതായിരുന്നു പരലോകത്തേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകൾ ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് മുമ്പോട്ടും ഒരു സെക്കൻഡ് ബാക്കോട്ടും എന്ത് ചെയ്യൂല, അവരാരും ആ പിടുത്തം മാറ്റി വെക്കൂല. എന്നിട്ട് പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വലൗ തറ, നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, നബിയോട് അല്ലാഹ് പറയാണ് നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, ഇതിൽ മുജ്രിമൂൻ കുറ്റവാളികളുടെ ഒരവസ്ഥ. ഏത് സമയത്ത്? പരലോകത്ത് പടച്ചോൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കുറ്റവാളികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? നാകിസു, നക്സ് താഴ്ത്തിയിടും, വിനയം കൊണ്ടല്ല, അള്ളാഹു വിലക്കിയത് മുഴുവൻ ചെയ്ത് തൗബ ചെയ്യാതെ, തൗബ സ്വീകരിക്കപ്പെടാത്ത നിലയിൽ മരിച്ചുപോയി നരകക്കാരനായിട്ട് മരിക്കുന്ന ഒരാളുടെ ഒരവസ്ഥ നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, തല താഴ്ത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഇൻദ റബ്ബിഹിം, എവിടെ? റബ്ബിൻ്റെ അടുക്കൽ. ആ സമയത്ത് നിങ്ങളെന്നാൽ കണ്ടിരുന്നുവെങ്കിൽ, അതിൻ്റെ ഉദ്ദേശിക്കുന്ന ബാക്കിയുള്ള അർത്ഥം എന്നറിയോ? നിങ്ങൾക്കത് കാണാൻ കഴിയൂല, അത്രയും ഭീകരമായ ഒരവസ്ഥയായിരിക്കും. ഇത് വേറെ സമയത്തും പറഞ്ഞല്ലോ, കുറ്റവാളികൾ മരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ളാലിമീങ്ങൾ അല്ലേ, വലൗ തറ ഇതിൽ ളാലിമൂന ഫി ഗമറാത്തിൽ മൗത്ത്, വലൗ തറ ഇതിൽ മുജ്രിമൂൻ കുറ്റവാളികൾ മരിക്കുന്ന രംഗം, ളാലിമീങ്ങൾ മരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയൂല. അതേപോലെ തന്നെ ഖബറിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ അട്ടഹസിക്കുന്ന അട്ടഹാസം മനുഷ്യരും ജിന്നുമൊഴികെ എല്ലാവരും കേൾക്കും. മയ്യത്ത് കട്ടിലിൽ അട്ടഹാസിക്കുന്ന അട്ടഹാസം, തെറ്റ് ചെയ്ത വ്യക്തി
നമ്മൾ ചുമന്നു കൊണ്ടുപോകുമ്പോൾ അട്ടഹസിക്കുന്നത് മനുഷ്യർ കേട്ടിരുന്നുവെങ്കിൽ വലോ സമിഅൽ ഇൻസാനു ലസ്വാഇഖ്, അവൻ ബോധം കെട്ട് വീഴും. കേൾക്കാൻ പറ്റൂല, താങ്ങാൻ കഴിയില്ല. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം വഷളായിട്ട് ഒരു രക്ഷയില്ലാതായിട്ട് നരകം ഉറപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും, കാണാൻ പറ്റൂല. അവർ റബ്ബന, അവിടെ പറഞ്ഞു പോകും, ഞങ്ങളുടെ റബ്ബേ, അബ്സ്വർന, ഞങ്ങൾ കണ്ടു, വസമിഅന, ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് ഫർജിഅന, നീ ഞങ്ങളെ മടക്കിത്തരണേ. എന്തിനാ മടക്കി തരുന്നത്? ബാക്കി പറയും, നഅമൽ സ്വാലിഹ. എന്താ അതിൻ്റെ അർത്ഥം ഉണ്ടാവും? ഞങ്ങൾ സ്വാലിഹായ അമൽ എന്ത് ചെയ്യുക, ചെയ്യുക. ഇതെവിടുന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ രംഗമാണത്. മരിച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ എത്തുന്ന രംഗം. ഇത് പടച്ചവൻ്റെ മുമ്പിൽ എത്തുമ്പോൾ മാത്രമല്ല പറയുക, ഈ പറച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ്? മരിക്കുന്ന സമയത്ത് അല്ലേ? മലക്കുൽ മൗത്ത് എത്തുമ്പോൾ നമ്മൾ സൂറത്തുൽ മുനാഫിഖുൽ നമ്മൾ പഠിച്ചതല്ലേ? ആ സമയത്ത് റബ്ബന റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എനിക്ക് 10 മണിക്കൂറൊന്നും വേണ്ട, എനിക്കൊരു ഇച്ചിരി സമയം നീ തന്നു കഴിഞ്ഞാൽ റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം, നല്ലത് ചെയ്യാം, ദാനങ്ങൾ കൊടുക്കാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടാം. ഇതൊന്നും ഇപ്പം ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. വേറെ അത് കാണാം, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാ, എന്തിനാ, ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ സ്വാലിഹായ അമലുകൾ ചെയ്യാം, ഫീമ തറക്തു, ഞാൻ വിട്ടേച്ചു പോയ കുറേ നന്മകൾ എനിക്കറിയാം, പക്ഷെ അതൊക്കെ ഞാൻ വിട്ടേച്ചു പോയിട്ടുണ്ട്, അതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹിനോട് പറയാണ്, ഫർജിഅന നഅമൽ സ്വാലിഹ, ഞങ്ങളൊന്ന് മടക്കി തരുമോ, ഞങ്ങൾ സ്വാലിഹായ അമലുകൾ ചെയ്യാം. ഇന്ന മൂഖിനൂൻ, ഞങ്ങൾ ഇന്ന മുഅ്മിനൂൻ എന്നല്ല പറഞ്ഞത്. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിക്കുക എന്നാണ്. മൂഖിനൂൻ എന്ന് പറഞ്ഞാലോ ദൃഢമായി വിശ്വസിക്കുക. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ വിശ്വാസികളെ കുറിച്ച് അല്ലേ? പിന്നെ ഗൈബിനെ കുറിച്ച് അവരെന്തായാലും നന്നായി ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ഇത് ഒരു ഫലവും ഇല്ലാത്തൊരു സമയത്ത് പരലോകത്ത് നിഷേധിക്കുന്ന ആളുകൾ പോലും അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നൊരു കാര്യമാണത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആയത്തുകൾ ഖുർആനിൽ തന്നെ കാണാം. നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും, ശരിക്കും ബോധ്യപ്പെടും. നമ്മൾ അൽഹാക്കുമുത്ത കാസുർ എന്നുള്ള സൂറത്തിൻ്റെ അവസാന ഭാഗയില്ലേ, കല്ല സയഅലമൂൻ, വേണ്ട അവരറിയും, സുമ്മ കല്ല, അവർ ഉറപ്പായിടല്ലേ, ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഈ പറഞ്ഞ ഇൽമുൽ യഖീൻ അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, എന്നുള്ള തറവുന്നൽ ജഹീം, നരകത്തെ അവരെന്ത് ചെയ്യും, കാണുക തന്നെ ചെയ്യും. സുമ്മ ല തറവുന ഐനൽ യഖീൻ, കണ്ണുകൊണ്ട് നരകത്തെ ഉറപ്പായിട്ടും കാണും, ഉറപ്പായിട്ടും കാണും. അന്ന് ഓരോ നിഅമത്തും അല്ലാഹ് ചോദിക്കും, ഇതുപോലെ ഞങ്ങൾ കണ്ടു കേട്ടു. റസൂലുള്ളാഹി പറയുന്നില്ലേ, ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ ഒരു അമലുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ നരകമില്ലാത്ത വേറൊന്നുമല്ല. ആ സമയത്തേക്കാ നീ എന്ത് ചെയ്തു എന്ന് ഒരുക്കി എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എല്ലാവരും പറയും ഒന്ന് മടക്കി തരൂ എന്നുള്ളത്. ഇത് വേറെ ഏതോ കൗമിനെ കുറിച്ച് പറഞ്ഞതല്ലേ, അല്ല ഈ ഇരിക്കുന്ന നമ്മളെക്കുറിച്ച് പറഞ്ഞതാണ് ഇത്. ഇതെല്ലാം ഇത് വേറെ ഏതോ ഒരു നാട്ടിലത്തെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഞാനും നിങ്ങളും തൗബ ഇല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മളെക്കുറിച്ച് പറഞ്ഞൊരവസ്ഥയാണിത്. അതാ വലൗത്തറ ഇതിൽ മുജിരിമൂൻ, കുറ്റവാളികൾ, വലൗത്തറ ഇതിൽ കാഫിറൂൻ, വലൗത്തറ ഇതിൽ മുഷിരിക്കൂൻ എന്നല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? മുജിരി. എന്താ മുജിരിം എന്ന് പറഞ്ഞാൽ? കുറ്റം ചെയ്യുന്നവർ. നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ഇല്ലാതെയാണ് മരിച്ചതെങ്കിൽ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ ഒരു സമയം അള്ളാഹിനോട് ചോദിക്കുന്നത് ഒന്ന് മടക്കി തരുമെന്ന, കുറച്ച് സമയം ഒന്ന് മടക്കി തരുമോ. സമയം എന്നുള്ളത് ദുനിയാവിലും പഠിച്ചോ മടക്കി തരൂല, പരലോകത്തും മടക്കി തരൂല. ദുനിയാവിലെ റമദാൻ കഴിഞ്ഞ്, ഇക്കൊല്ലത്തെ റമദാൻ കഴിഞ്ഞില്ലേ, ഇനിയും നമ്മൾ എത്ര പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നിട്ടും കാര്യമില്ല. ആ നോമ്പ് എന്തായി പോയിട്ടുണ്ട്? അത് പോയിട്ടുണ്ട്. ഇന്നലെ വരെ ഉള്ളത് തീർന്നു പോയിട്ടുണ്ട്. ഇന്നലെ വരെ ഒഴിവാക്കിയ നിസ്കാരം നീ മരിക്കും വരെ നിസ്കരിച്ചാലും പകരാകുന്നില്ല. പകരാകുന്നതിനും തൗബ മാത്രമാണ്. അള്ളാഹു നമ്മൾക്ക് തന്നൊരു അവസരം. നീ ഇതുവരെ നീ കുരുത്തക്കേട് കളിച്ചോ, നീ ഇന്ന് തൗബ ചെയ്താൽ മതി, ആത്മാർത്ഥമായിട്ട് മടങ്ങിയാൽ മതി, അള്ളാഹിലേക്ക് അടുക്ക്. ഇതുവരെ കഴിഞ്ഞത് മുഴുവനും പഠിച്ചത് നിനക്കൊരു പക്ഷേ എന്ത് തരും? അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരും. അത്രയേ ഉള്ളൂ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മരിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. ഇല്ലെങ്കിൽ
ഈ നിലയിലേക്കായിരിക്കും തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഇനി പരലോകത്തെത്തുന്നെങ്കിൽ ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക് റാദിയത്തൻ മർദിയ, അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, അങ്ങനെ മടങ്ങിക്കോ, എൻ്റെ അടിമകളിലേക്ക് വാ, ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗ്ഗാണ് അല്ലേ. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല, ദുനിയാവിലൊന്നുമില്ല, വരാനിരിക്കുന്ന സ്വർഗം മാത്രമായിരിക്കും. അതുകൊണ്ട് കുറ്റവാളികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗാണത്. അത് നമ്മളൊരിക്കലും ആകരുത് കേട്ടോ. അത് എപ്പോഴും നമ്മൾ പേടിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ സ്വർഗം നേടുന്ന ആളുകളായിട്ട് മാറണം. പരലോകത്തെത്തിക്കഴിഞ്ഞ് ഇങ്ങനെ പേടിക്കുന്ന ഒരു സമയത്ത് ഒരു കൂട്ടം ആളുകൾക്കൊരു ചോദ്യവും ഇല്ല, ഒരു വിചാരണയില്ല, നേരെ അവരെങ്ങോട്ടേക്കായിരിക്കും? സ്വർഗത്തിലേക്കാണ്. അവർക്ക് വിശ്വാസമായിരിക്കും, തവക്കുലായിരിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും അള്ളാഹുവിൽ എന്ത് ചെയ്യുക? തവക്കുലായിരിക്കും. ആ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം. അടുത്ത ആയത്തൊന്നും എല്ലാവർക്കും ഓതാ. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖ്ഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. വലൗ ശിഅ്നാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലആതൈന, നാം നൽകുമായിരുന്നു, കുല്ല നഫ്സിൻ, എല്ലാവർക്കും നൽകുമായിരുന്നു. എന്ത്? ഹുദാഹ, അതിൻ്റെ ഹിദായത്ത്. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒറ്റയടിക്ക് ഹിദായത്ത് കൊടുക്കുമായിരുന്നു. വലാക്കിൻ, പക്ഷേ എന്ത് സംഭവിച്ചു? ഹഖ്ഖൽ ഖൗൽ, ഒരു വാക്ക് കടന്നുപോയി. അള്ളാഹുവിൻ്റെ ഒരു വാക്ക് സ്ഥിരപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹ് ഉദ്ദേശിക്കുകയാണ് ലോകത്ത് ആര് മാത്രമേ ഉണ്ടാവും? വിശ്വാസി മാത്രമേ ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. മുനാഫിക്കില്ല, കാഫിറില്ല, മുശ്രിക്കില്ല, പിന്നെ മുജ്രിമീങ്ങളില്ല, വാലിമീങ്ങളില്ല. അള്ളാഹ് ഉദ്ദേശിക്കണം എല്ലാം പ്യുവർ മുഅ്മിനായിട്ട് മാത്രമേ ഇതുണ്ടാകൂ. പക്ഷെ അള്ളാഹിൻ്റെ ഒരു വാക്ക് പോയി. എന്താണ് ആ വാക്ക്? വലാക്കിൻ ഹഖ്ഖൽ ഖൗലു മിന്നി, എന്നിൽ നിന്ന് ഒരു വാക്ക് എന്ത് ചെയ്തു? സ്ഥിരപ്പെട്ടു പോയി. എന്താണ് ആ വാക്ക്? ലഅംലഅന്ന, നാം നിറക്കുക തന്നെ ചെയ്യും. ജഹന്നം, നരകം നാം നിറക്കും. മിനൽ ജിന്ന, ജിന്നുകളെ കൊണ്ട്, വന്നാസ്, മനുഷ്യരെ കൊണ്ട്, അജ്മഈൻ, ഇവരെല്ലാവരെയും കൊണ്ട് നാം എന്ത് ചെയ്യും? നരകത്തെ നിറക്കും. അള്ളാഹിൻ്റെ ഒരു വാക്ക് ഇങ്ങനെ ഉണ്ട്. അഥവാ അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരെയും വിശ്വാസിയാക്കുന്ന സംഗതി സുഖമാണ്. പിന്നെ ഭൂമിയിൽ തന്നെ അള്ളാഹ്ക്കാരം വരുത്തണ്ടല്ലോ. അള്ളാഹ് സ്വർഗത്തിൽ പണി സ്വർഗത്തിൽ തന്നെ ഉഷാറായി ജീവിച്ചോന്ന് അറിയാം. പക്ഷെ ഭൂമിയിലേക്കുള്ള മനുഷ്യരെ പഠിച്ചത് ഈ നരകത്തിൽ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നിറക്കുമെന്ന് പറയാൻ കാരണം, അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യരെയും ജിന്നുകളെയും പറഞ്ഞേക്കുമ്പോൾ രണ്ടുപേർക്കും തിരഞ്ഞെടുക്കാൻ അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? രണ്ട് കൂട്ടർക്കും അള്ളാഹ് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾ ഇമ്മ ഷാക്കിറം വ ഇമ്മ കഫൂറ, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നന്ദിയുള്ള വഴി തിരഞ്ഞെടുക്കാം, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നന്ദി കെട്ട വഴി എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. ഇതാ നിലയിൽ പഠിച്ച രണ്ട് കൂട്ടർക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നിട്ട് ആ നരകം, എത്രത്തോളം നരകം നിറയും, പരലോകത്ത് ഓരോരുത്തർ വിചാരണയൊക്കെ നടത്തി, സ്വർഗക്കാരൊക്കെ സ്വർഗത്തിലും നരകക്കാരൊക്കെ നരകത്തിലും. അള്ളാഹു അവസാനം നരകത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹലിം, സൂറത്ത് ഖാഫിറിലെ ഹലിം തല എത്തി, നീ നിറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പം നരകം നിറഞ്ഞു എന്നല്ല പറയുക. നരകം അള്ളാഹിനോട് തിരിച്ചു ചോദിക്കും, ഹൽമിൻ മസീദ്, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അള്ളാഹുവിൻ്റെ കാല് നരകത്തിൽ വെച്ച് ഖത്സ്, മതി, നീ നിറഞ്ഞു എന്ന് അള്ളാഹ് പറയുന്നത് വരെ നരകത്തെ നിറച്ചുകൊണ്ടേയിരിക്കും. സ്വർഗക്കാർ സ്വർഗം, നരകക്കാർ നരകം. ഇത് ആ സമയം വരെ നരകം നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതാണ് ആ നരകം? ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെ കൂടെ യാത്ര പോകും, ഒരു വലിയ ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. അള്ളാഹ്ക്കും പിന്നെ റസൂലിനും അറിയാമെന്ന് അറിഞ്ഞു. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലിൻ്റെ കഷ്ണം നരകത്തിലേക്ക് പതിക്കപ്പെട്ടതാണ്. ഇന്നാണത് നരകത്തിലേക്ക് എത്തിയത്. അത്രയും ആഴമുള്ള നരകം. ഇന്നും നരകം കത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ചൂടിൻ്റെ കാഠിന്യം കൂടാൻ. നാറുക്കും സബഈന ജുസ്അൻ മിൻ നാരി ജഹന്നം,
നിങ്ങൾ കത്തിക്കുന്ന ദുനിയാവിലെ തീ, നരകത്തിൻ്റെ തീയെ 70 ഭാഗമാക്കിയാൽ അതിലൊന്ന് മാത്രമാണ് ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. ആ നരകത്തെ, ആഴമുള്ള ആ നരകത്തെ അള്ളാഹു നിറക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നരകം അള്ളാഹിനോട് പറഞ്ഞു, അക്കല ബഅദി ബഅദ, പടച്ചോനെ ഞാൻ തന്നെ എന്നെ തിന്നാൻ തുടങ്ങി ചൂടിൻ്റെ കാഠിന്യം കൊണ്ട്. അപ്പോഴാണ് നരകത്തിന് 2 നഫസുകൾ അള്ള തന്നത്. ഒന്ന് നഫസും ഫിഷിത്ത, തണുപ്പിലെ ഒരു തുപ്പ്. നിങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ തണുപ്പ് നരകത്തിൻ്റെ ഒരു തുപ്പ് മാത്രമാണത്. ചൂടിൽ അതികഠിനമായി നിങ്ങൾ അനുഭവിക്കുന്ന ചൂട്, അതൊന്ന് നരകത്തിൻ്റെതാണ്. ഷിത്തായിലും സ്വൈഫിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അള്ളാഹു ഇങ്ങനെ നരകത്തിലേക്ക് നറക്കും എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ റെഡി എന്നല്ല പറയേണ്ടത്. നമ്മൾക്ക് തൗബയിലൂടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിലൂടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഏത് നന്മ ചെയ്താലും നമ്മൾ സൂറത്തുൽ അഹ്സാബിലൊക്കെ പഠിച്ചില്ലേ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന എന്ന ആയത്തില്ലേ, അതിൽ അവസാനം വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്, പിന്നെന്താ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ. ഏത് നന്മ ചെയ്താലും അള്ളാഹ് ആദ്യം ചെയ്യുന്ന പണി എന്താണ്? നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹ് എന്ത് തരും? പൂർത്തി തരും. 5 നേരം നിസ്കരിച്ചു, കൂലി മാത്രമല്ലല്ലോ, 5 നേരത്തെ നിസ്കാരം കഫാറ ലിമ ബൈനഹുമ, ഇടയിലെ പാപങ്ങൾ പൂർത്തി തരും. വൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമഅ അടുത്ത ജുമഅ വരെ പാപങ്ങൾ ചെറുത് പുറത്തു തരും. വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാനിൽ നോമ്പെടുത്തു, ഇനി അടുത്ത റമളാനിലെ നോമ്പ് വരെ ചെറിയ പാപങ്ങളെല്ലാം പുറത്തു തരും. വല ഉംറ ഇലൽ ഉംറ, ഒരു ഉംറ ചെയ്തു, ഇനി അടുത്ത ഉംറ എപ്പോഴാണ്? അതിനിടയിലെ പാപങ്ങൾ പുറത്തു തരും. വലിയ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ. ഏത് നന്മ ചെയ്താലും കൂലി വേറെ ഉണ്ട്. അതിൻ്റെ കൂടെ പഠിച്ചു തരുന്ന എന്താണ്? കോംപ്ലിമെൻ്ററി എന്താണ്? നിങ്ങൾ പാപങ്ങളെല്ലാം പുറത്തു തരും അല്ലേ? നിങ്ങൾക്കൊരു തലവേദന വന്നു, അല്ല എന്താ ചെയ്യുന്നത്? പറയേ, തെറ്റുപൂർത്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണത്. ഈ നടക്കുന്ന നരകത്തിൽ നിന്നുള്ള നമ്മളെ രക്ഷപ്പെടുത്തുക. ഹത്ത ഷൗക്കത്ത യുഷാക്കുഹ, നിങ്ങളെ കാലിൽ ഒരു മുള്ള് തറിച്ചാൽ പോലും, ഒരു മുള്ള് തറിച്ചാൽ പോലും ഇല്ല കഫറല്ലാഹു ബിഹാ ഖത്വായ, അതുകൊണ്ട് നിങ്ങൾ പാപങ്ങൾ പഠിച്ച് പൂർത്തിയാതിരിക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിന് പനി പിടിച്ച് 2 ആളെ പനിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 2 ആൾക്കാർക്കുള്ള പനി വരുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് 2 ആളെ കൂലി കിട്ടുമോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതേ അജൽ എനിക്ക് കിട്ടും. എന്നിട്ടാണ് പറഞ്ഞത്, ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന്, മരത്തിൽ നിന്ന് അതിൻ്റെ ഇലകൾ കൊഴിയുന്നത് പോലെ ഒരു മുസ്ലിം അനുഭവിക്കുന്ന മാമിൻ മുസ്ലിമീം, ഏത് മുസ്ലിമാകട്ടെ, അവൻ അനുഭവിക്കുന്ന പേടി, ദുഃഖം, സങ്കടം, രോഗം, ഏതും ശാരീരികം, സാമ്പത്തികം, മാനസികം, കുടുംബം, നമ്മൾ അനുഭവിക്കുന്ന ജോലി കഴിഞ്ഞ് ജോലിയെടുത്ത് നമ്മൾക്ക് ആ ജോലിക്കിടയിലുണ്ടാകുന്ന ഒരു തളർച്ച, ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമാണ്. അള്ളാഹ് പൂർത്തി തരും. നരകത്തിൽ എന്ത് ചെയ്യാണ്? രക്ഷപ്പെടുത്താണ്. എന്നാലും 1999 നരകത്തിൽ പോകുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നത്. ഭൂരിഭാഗം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നരകത്തിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഊരക്ക് പിടിക്കുന്നുണ്ട്. നിങ്ങളും ഞാനും തമ്മിലുള്ള ഉദാഹരണം നമ്മൾ പണ്ട് സമയത്തൊക്കെ പറയില്ലേ, പവർ കട്ടൊക്കെ വരുന്ന സമയത്ത് ഇല്ലേ, കറണ്ട് പോയി കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കും, മണ്ണെണ്ണ വിളക്ക് കത്തിക്കും, പാറ്റകളൊക്കെ മെഴുകുതിരിയിലേക്ക് വരുമല്ലോ. നമ്മൾ ആ പാറ്റകളെ തടുക്കുമ്പോൾ പാറ്റകൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യൂലേ? ഇങ്ങനെയൊക്കെ ആക്കി കയ്യിലുള്ളിൽ കൂടെ ഒക്കെ എങ്ങോട്ടേക്കാണ് പോവുക? ഈ തീയിലേക്ക് പോകും. ഇതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം. ഞാൻ നിങ്ങളെ ഊരക്ക് പിടിക്കുന്നുണ്ട്, അത് കാണല്ലേ, ഇത് ചെയ്യല്ലേ, അത് പക്ഷെ നമ്മൾ കുതറി മാറി എന്ത് ചെയ്യും? എല്ലാ തെറ്റും കാണും, കേൾക്കുകയൊക്കെ ചെയ്യും. ഇത് അള്ളാഹിൻ്റെ ഒരു വാക്ക് ഇല്ലെങ്കിൽ, ഈ വാക്കില്ല എങ്കിൽ എല്ലാവരെയും എന്ത് ചെയ്യും? അള്ളാഹു ഹിദായത്തിലാക്കുമായിരുന്നു. ഇബ്ലീസിനെ പടച്ചു അല്ലേ? ആദം നബിയോട് പറഞ്ഞു, ആദമിനോടും ഹവ്വയോടും ആ മരം അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ അടുക്കരുത്. ഇബ്ലീസ് അതിനെന്ത് ചെയ്തു? ചെയ്യിപ്പിച്ചു. അതേപോലെ തന്നെ അതിനു മുമ്പ് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇബ്ലീസ് ചെയ്തില്ല, പുറത്താക്കുമ്പോൾ നിനക്ക് ഖിയാമത്ത് നാൾ വരെ ശാപം എന്ന് പറയുമ്പോൾ ഇബ്ലീസ് അള്ളാഹു പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നിൻ്റെ അനുയായികളെ ഇഖ്ലാസ് ഇല്ലാത്ത എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യും? പഴപ്പിക്കും. ഇഖ്ലാസുള്ളവനെ പഴപ്പിക്കാൻ പറ്റൂല, ആത്മാർത്ഥത ഇല്ലാത്ത എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. അന്ന് അള്ളാഹു കൊടുത്തൊരു വാക്കുണ്ട്, ലഅംല അന്ന ജഹന്നമ മിൻക്, നിന്നെ കൊണ്ട് നരകം നിറക്കും. അവൻ നിന്നെ പിന്തുടർന്നവനെ കൊണ്ട് എന്ത് ചെയ്യും? നരകം നിറക്കും. അജ്മഈൻ, ആ നരകത്തിൽ മുഴുവൻ ഇബ്ലീസിൻ്റെ
കൂട്ടാളികളായിരിക്കും. ക്ലാസ് ഇന്ന് കേൾക്കുകയാണെങ്കിൽ നാളെ നമുക്ക് സമയമില്ല. നമ്മൾ ഇന്ന് തീരുമാനിക്കണം ഇബ്ലീസിൻ്റെ കൂടെയാണോ അല്ലേ എന്നുള്ളത്. നാളെ അള്ളാഹിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഞങ്ങൾ കേട്ടു, കണ്ടു, പഠിച്ചു, മനസ്സിലാക്കി. 5-6 ഘട്ടങ്ങൾ നമ്മൾ കേദിക്കും. മരിക്കുന്ന സമയത്ത്, ഖബറിൽ, പരലോകത്ത് ചോദ്യങ്ങൾ എടുക്കുമ്പോൾ, നരകത്തിൻ്റെ വക്കിലിരുത്തിയിട്ട് അള്ളാഹ് കാണിച്ചു തരും. ആ സമയത്ത് ഇതൊക്കെ കേദിക്കും. ഒരു രക്ഷയുണ്ടാകില്ല. മരിക്കാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 10-40 വയസ്സായിട്ടുള്ളൂ, ഇനിയും 10-20 കൊല്ലം ഉണ്ട് എന്നല്ല, നാളെ നേരം വെളുക്കുമ്പോൾ ഉണ്ടോ ഇല്ല നമുക്ക് എന്തില്ല, ഉറപ്പില്ല. അതുകൊണ്ട് അവസരം അള്ളാഹ് തൗബേൻ്റെ അടച്ചിട്ടില്ല. അള്ളാഹുവേ എനിക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയും പകലും പടച്ചവൻ കൈ നീട്ടുകയാണ് ഒന്ന് ഇരന്ന് കിട്ടാൻ. എന്ത്, എൻ്റെ തെറ്റ് പൊറുക്കണേ. അള്ളാഹ്ക്ക് അവനോട് ഭയങ്കര ഇഷ്ടം, അവളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് പൊറുക്കൂലെന്നാലും വിചാരിക്കേണ്ട, നാളെ ഒരു സമയം കിട്ടിയെന്നും വിചാരിക്കേണ്ട. ഇപ്പം കിട്ടിയ സമയത്ത് അള്ളാഹിനോട് എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക. ഇത് കേട്ടുപോകേണ്ട ഒരു ക്ലാസ് അല്ല കേട്ടോ, കേട്ടുപോകുന്നതല്ല. പച്ചയായിട്ട് ഖുർആൻ അള്ളാഹിൻ്റെ ആയത്താണ്, അള്ളാഹിൻ്റെ സംസാരമാണ്. ഇതൊക്കെ വരുന്ന ആരാ പറയുന്നത്? അള്ളാഹ്. ഇത് ഏതെങ്കിലും ഒരു കെട്ടുകഥ പറയല്ലേ, പഠിച്ചോ സംസാരിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഉറപ്പിച്ചോ, ആ നിറക്കുന്ന നരകം, വിറക്, എന്തുകൊണ്ട് നരകത്തിലെ വിറക് എന്താണ് അമിറേ, എന്താണ്? വഖൂദുഹന്നാസു വൽഹിജ, കല്ലും അല്ലേ, മനുഷ്യരൊക്കെ വിറകാണ്. നമ്മൾ വിറകാ, നരകത്തെ കത്തിക്കുന്ന വിറകാ ഇത്. അതാകാതിരിക്കാൻ ഖൂ അൻഫുസക്കും വഅഹ്ലിക്കും നാറ, നിന്നെ കാത്തോ നിൻ്റെ കുടുംബത്തെ കാത്തോ. വേറെ ആരും ഉണ്ടാകില്ല. ഇവിടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു മനുഷ്യനും ഒരു മഖ്ലൂക്കും നിൻ്റെ കൂടെ ഖബറിലും ഉണ്ടാവില്ല, പരലോകത്തും ഉണ്ടാവില്ല. അവസാനം ഇപ്പോൾ പറയണോ, എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ടാണ് പറയാത്തതെന്നു. ഞാനൊരു ഇങ്ങനെ അങ്ങനത്തെ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കണം കേട്ടോ. പണ്ട് ഖുത്ബ പറയുമ്പോൾ നരകത്തിൻ്റെ ഭീകരതയെ എല്ലാം പറഞ്ഞ്, എന്നാൽ തൗഹീദുള്ള ഒരുത്തൻ അവസാനം നരകത്തിൽ എന്ത് ചെയ്യും, ഓനെ രക്ഷപ്പെടാം. അങ്ങനത്തെ അവസരം അവിടെ ഉണ്ടില്ലേ എന്ന് ചോദിച്ചു. നേരത്തെ ഇതുവരെ പറഞ്ഞതൊക്കെ എന്തായിപ്പോയി, ബാത്തിലായിപ്പോയി. പിന്നെ ചോദിച്ചുകൊണ്ട് പറയാണ്, പിന്നെ അവസാനം തൗഹീദ് ഉണ്ടെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവസാനം ഓനെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. അത് അവസാനം എന്ന് പറഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടൊന്നല്ല വിചാരിക്കേണ്ട. നിങ്ങൾ എണ്ണുന്ന 50,000 50 അൽഫാണ്. നിങ്ങൾ ദുനിയാവിൽ എണ്ണുന്ന 50,000 കൊല്ലാണ് പരലോകത്ത് എന്ത്, ഒരു ദിവസം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ആദ്യം ഒരു ഭാഗം പറഞ്ഞിരുന്നു, ഒരു ചോദ്യവും ഇല്ലാതെ, ഒരു അദാബും ഇല്ലാതെ മഹ്ശറിലെത്തുക. യാ അല്ലാഹ് പോട്ടെ ഇങ്ങോട്ടേക്ക്, സ്വർഗത്തിലേക്ക്. നമ്മൾ അതിലാണ് എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുക. അല്ലാണ്ട് അവസാനാക്കുന്നതിലെങ്കിലും പഠിച്ചവനെ പെടുത്തണമെന്ന് എന്ത് ചെയ്യേണ്ട, പ്രാർത്ഥന. ആദ്യം സ്വർഗത്തിൽ പോകുന്നവർ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. നമ്മളെ പ്രാർത്ഥന ഫിർദൗസിലെത്തണം. അതിൻ്റെ ഏതാണ് ആ ദുആ? എല്ലാ ദുആയും കൂടി ഒന്ന് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ എല്ലാ നന്മ എന്താ ഇഷ്ടമല്ലേ നമ്മൾക്ക്, വഫിൽ ആഖിറതി ഹസന, പരലോകത്തെല്ലാ നന്മ എന്താ, മൂന്നാമത്തെ എന്താണ്, വഖിന, നരകത്തെ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്ക്. പഠിച്ചോ, എനിക്ക് ദുനിയാവത്തെല്ലാം വേണം. നല്ല പുര വേണം, നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, നല്ല മക്കൾ വേണം, നല്ല വാഹനം വേണം, നല്ല ജോലി വേണം, എല്ലാം നല്ലത് വേണം. നമ്മൾ പൂതിയാണത്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പോരാ, ഇവിടെ വേണം ഫിൽ ആഖിറതി ഹസന, അവിടെ സ്വർഗം വേണം, ഫിർദൗസ് വേണം, അള്ളാഹിനെ കാണും, എല്ലാം വേണം. ഇതും പോരാ, എന്നെ ഒരു സെക്കൻഡ് പോലും നീ എവിടെ ഇടരുത്. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയാണ്. ഈ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ഒഴിവാക്കൂല, സുജൂദിൽ ഒഴിവാക്കൂല, ദുആ ചെയ്യുന്നൊരു സമയത്ത് ഒഴിവാക്കൂല. കാരണം ദുനിയാവ് മൊത്തം ചോദിച്ചു, ആഖിറ മൊത്തം ചോദിച്ചു, നരകത്തിൽ നിന്ന് രക്ഷയും ചോദിച്ചു. ഇത് മൂന്നല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ആയത്ത് ഓതുവല്ലോ ഒന്നിച്ച്. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. فذوقوا بما نسيتم لقاء, എന്താ ഇത്ര നീട്ടുന്നത്, മദ്ദും ലിഖാ, മദ്ദക്ഷരം കാണുന്നില്ല നിങ്ങൾ അല്ലേ, ഹംസും ഒന്നിച്ച് വന്നു. അപ്പോൾ 4 5 നിർബന്ധമായി നീട്ടണം. ലിഖാ യൗമിക്കും ഹാദാ ഇന്നാ നസീനാക്കും വദൂഖൂ അദാബൽ ഐൻ, അദാബൽ ഖുൽദി ബിമാ കുൻതും, കുൻതും എന്നല്ല കുൻതും ഇഖ്ഫാണ്, തഅമലൂൻ. അള്ളാഹിനോട് പലതും ഇരക്കൂലേ, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സാലിഹ എന്നൊക്കെ പറഞ്ഞില്ലേ തൊട്ട് മുമ്പത്തെ ആയത്തിൽ. കണ്ടു കേട്ടു മനസ്സിലാക്കി ഒന്ന് മടക്കി തരുമെന്നൊക്കെ ചോദിച്ചില്ലേ.
അള്ളാഹിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഫദൂഖു, നിങ്ങൾ ടേസ്റ്റ് ചെയ്യ്, നിങ്ങൾ അനുഭവിക്ക്, ആസ്വദിക്ക്. കളിയാക്കി പറയാം, നിങ്ങൾ ആസ്വദിക്കടോ. ഫദൂഖു ബിമാ നസീതും, നിങ്ങൾ മറന്നത് കൊണ്ട് നിങ്ങൾ ആസ്വദിക്ക്. ലിഖാ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ മറന്നില്ലേ? ഇങ്ങനൊരു പരലോകമുണ്ട്, ചോദ്യമുണ്ട്, ഒക്കെ നിങ്ങൾ മറന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്ക്, മറന്നില്ലേ? അതുകൊണ്ട് പഠിച്ചോ പകരം എന്താ പറയുന്നത്? ഇന്നാ നസീനാക്കും, ഇന്ന് ഞങ്ങൾ ആരെ മറന്നു? നിങ്ങളെ മറന്നു. അല്ല മൈൻഡ് ചെയ്യൂല. അല്ല മൈൻഡ് പരലോകത്തെ മറന്ന, ഖുർആനെ മറന്ന, അല്ലേ? അന്ധരായിട്ടൊക്കെ ഖിയാമത്ത് നാൾ വരുന്നൊക്കെ പറഞ്ഞില്ലേ സൂറത്ത് ത്വാഹയിലൊക്കെ, അല്ലേ? അള്ളാഹുവിൻ്റെ ആയത്തുകളെ മറന്നു കളഞ്ഞ ആളുകൾ, അള്ളാഹിനെ കണ്ടുമുട്ടും എന്ന് മറന്ന, അള്ളാഹിനെ മറന്നിട്ടല്ലേ നീ എല്ലാ തോന്നിയാസവും ചെയ്തത്? എല്ലാ തോന്നിയാസവും നീ ചെയ്തിട്ടുണ്ട്. എല്ലാ വൃത്തികെട്ട സദസ്സിലും നീ മുമ്പ് പോയി ഇരുന്നിട്ടുണ്ട്. ഹറാം ഹല നീ നോക്കിയിട്ടില്ല. സമ്പാദിക്കുമ്പോൾ മാതാപിതാക്കളെ നീ പരിഗണിച്ചിട്ടില്ല, മക്കളെ നീ പരിഗണിച്ചിട്ടില്ല, കുടുംബബന്ധം നിനക്കില്ല തന്നെ. സക്കാത്തും സ്വതക്ക ഭാഗത്ത് നീ ചിന്തിച്ചിട്ടില്ല. കിട്ടുന്ന കാശ് മുഴുവൻ നിൻ്റെതാ, നീ തെറ്റിദ്ധരിച്ചു. അല്ല, പടച്ചോ നിനക്ക് ഖലീഫയായിട്ട് തൽക്കാലം നിന്നെ ഏൽപ്പിച്ചതാണത്. സക്കാത്തും കൊടുത്തില്ല, സ്വതക്കയും കൊടുത്തില്ല, ദുആ ചെയ്യാൻ നിനക്ക് നേരെയില്ല, അല്ലേ? അള്ളാഹ് പറഞ്ഞില്ലേ ദുനിയാവിൽ തന്നെ, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആക്കും, നിങ്ങൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് നിന്നെ എന്തിനാ പരിഗണിക്കുന്നത്? നമ്മളോടല്ലേ ഇത് പറഞ്ഞത്? എനിക്ക് കാശുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, ദുആ ചെയ്യാൻ ഒന്നുമില്ല. ഇതാ നമ്മളെ സ്ഥിതി. ദുആ നീ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് നിന്നെ ദുനിയാവിൽ തന്നെ മൈൻഡ് ചെയ്യൂല. ആഖിറത്ത് നീ മറന്നു, പരലോകത്ത് നീ എത്തും നീ ചിന്തിച്ചില്ല, അള്ളാഹ് നിന്നെ മറന്നു. ഹദീസിൽ വന്നില്ലേ, സലാസ, 3 വിഭാഗം ആളുകൾ, അല്ലേ? അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന 4 ശിക്ഷ. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അള്ളാഹ് അവരെ തിരിഞ്ഞു നോക്കൂല. വലാ യുസക്കിയും, പരിഗണിക്കൂല, അല്ലേ? അള്ളാഹ് പറയാം അവരെ നോക്കൂല, പരിഗണിക്കില്ല. വലാ യുകല്ലിമു, അവരോട് സംസാരിക്കൂല, ഒരക്ഷരം മിണ്ടില്ല. 4ാമത്തെ ശിക്ഷ വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. 3 വിഭാഗത്തിനാ അള്ളാഹ് നോക്കാത്ത ഈ പറഞ്ഞതുപോലെ. അള്ളാഹ് സംസാരിക്കാത്തവർ, അള്ളാഹ് മിണ്ടൂല, പരിഗണിക്കൂല. അതേപോലെ തന്നെ അല്ലേ അള്ളാഹു ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുക്കുന്ന ആളുകൾ. 3-ൽ ഒന്നേതാണെന്നറിയോ? ആദ്യം ആർക്കെങ്കിലും അറിയോ? അൽ മുസ്ബിൽ എന്നാണ് പറഞ്ഞത്. എന്താ മുസ്ബിൽ? നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആണ്. വേറെ ആൾക്കാരെ പറ്റിയിട്ടല്ല, ഈ ഇരിക്കുന്ന നമ്മളെ കുറിച്ചിട്ട്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആൾക്ക് പരലോകത്ത് അനുഭവിക്കുന്ന 4 അവസ്ഥയാണിത്. 2 വൽ മന്നാൻ, കൊടുത്തതിങ്ങനെ എടുത്തു പറയുക. കൊടുക്കണ്ടേക്ക് നിങ്ങളാരും, ഞാനും നിങ്ങളൊന്നും കൊടുക്കണ്ട. ഞാൻ തന്നില്ലേ, നമ്മൾ തന്നില്ലേ, എന്താ നിങ്ങൾ എന്നെ പരിഗണിക്കുക? നീ തന്നു നേരി നിൻ്റെ എന്നും നിന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണോ? നമ്മൾ വിചാരില്ലേ നമ്മളെന്താ വേണ്ടത്? എന്നൊരു താങ്ക് യു പറയണം, എന്ന് ശുക്രൻ കാണുമ്പോൾ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ 10 റിയാൽ കൊടുത്തിട്ട് നരകത്തിൽ പോകുന്നതിനാൽ കൊടുക്കാതെ സ്വർഗത്തിൽ പോയിക്കോ. കുറേ ആൾക്ക് പള്ളിക്ക് കൊടുത്താൽ എന്നും പള്ളിക്ക് കുറ്റായിരിക്കും. ഇയാൾ 10 റിയാൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്വൈര്യം കൊടുക്കൂല ഫോൺ വെച്ചിട്ടല്ലേ എന്ന് വിചാരിക്കും. സെൻറ്ററിനാണെങ്കിലും പള്ളിക്കാണെങ്കിലും മദ്രസക്കാണെങ്കിലും നമ്മൾ കൊടുത്താൽ ആ ഭാഗത്ത് മാറിക്കും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഇടങ്ങാറാ. അത് ചിലർക്ക് പറയില്ലേ, ഇയാൾ തരണ്ടായിരുന്നു, തന്ന കുപ്പായ മുഖത്തേക്ക് വലിച്ചെറിയൂ കാണുമ്പോൾ ഒക്കെ പറഞ്ഞിട്ട്. അല്ലേ? 3ാമത്തെ ആളാരാ? വൽ മുൻഫിഖു സിൽഅ ബിഹൽഫിൽ കദിബ്, കള്ള സത്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക? കച്ചവടം ചെയ്യുക, കള്ളത്തരം പറയുക. അള്ളാഹുവാണ് സത്യം, ഇന്നതാണ് കള്ളത്തരം പറഞ്ഞിട്ട് കച്ചവടം നടക്കും. ഒരു ബർക്കത്തോടെ. 3 മനസ്സിലായില്ലേ? 3 പുറത്തുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞല്ലേ, നമ്മളല്ലല്ലോ. ഇത് 3 ആർക്ക് വരുന്നതാണ്? നമുക്ക് വരുന്നതാണ്. അതുപോലെയാണ് അള്ളാഹിനെ കാണാൻ മറക്കുന്നയാൾ, ആണും പെണ്ണും. നീ അള്ളാഹിനെ മറന്നു, അള്ളാഹ് നിന്നെ മറക്കും ഓരോ സമയത്തും, അല്ലേ? അള്ളാഹുവിൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ രോഗിയായിട്ട് നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല എന്നുള്ളത്. മനുഷ്യൻ ചോദിക്കും, നീ എങ്ങനെ വകൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, നീ എങ്ങനെ രോഗിയാകും, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും, നീ റബ്ബുൽ ആലമീനല്ലേ. അള്ളാഹ് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു രോഗി ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നെങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു, നീ അത് മറന്നു. ഇന്ന് ഞാൻ നിന്നെ മറക്കാണ്, അല്ലേ? എനിക്ക് വിശപ്പുണ്ടായിരുന്നു, എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല, നിനക്ക് എങ്ങനെ വിശപ്പ്, നീ റബ്ബുൽ ആലമീനല്ലേ. ഇന്ന സ്ഥലത്ത് ആളുണ്ടായിരുന്നു, നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ നീ കൊടുത്തു എന്നാണോ ഹദീസിൽ വന്നത്? ഇന്ന സ്ഥലത്ത് രോഗിയുണ്ട്, ഇന്ന സ്ഥലത്ത് വെള്ളം കിട്ടാത്തവരുണ്ട്, ഇന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടാത്തവരുണ്ട്, ഇന്ന സ്ഥലത്ത് വസ്ത്രം ഇല്ലാത്തവരുണ്ട്, നീ അവിടെ പോയി ചെയ്തില്ല, നിനക്ക് അള്ളാനെ കാണാൻ പോയിരുന്നു, അല്ലേ?
അള്ളാഹുവിനെ കാണുന്നതിന് തുല്യമാണ് ഒരു രോഗീനെ കാണാൻ പോകുന്നത്. മഹ്റഫത്തിൽ ജന്ന എന്നൊക്കെ പറയില്ലേ അല്ലേ, സ്വർഗത്തിൽ മുന്തിരി പഴക്കുലകൾക്കിടയിലൂടെ നടക്കുന്നതിന് തുല്യം. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നന്മകൾ. ഈ പരലോകത്തെ മറക്കുന്നയാൾ, പരലോകത്തെ മറന്നിട്ട് ദുനിയാവിലെ പളപളപ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ അള്ള പറയും, നീ ആസ്വദിക്ക്, ഇന്ന് നീ മറന്നില്ല ഇങ്ങനത്തെ ഒരു ദിവസം, ഇന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നീ ആസ്വദിക്കലും. ഇന്നാ നസീനാക്കും. എന്താ ഇന്നാ നസീനാക്കും? ഇന്ന് നമ്മൾ നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മറന്നിട്ടുണ്ട്. ഫദൂഖു, നീ അനുഭവിക്ക്, ആസ്വദിക്ക്, അദാബൽ ഖുൽദി, തീരാത്ത കാലത്തേക്കുള്ള ശിക്ഷ. ഖുൽദ് എന്ന് വെച്ചാൽ ശാശ്വതമായി കിടക്കുന്ന ശിക്ഷ. നമ്മളിങ്ങനെ ആ വാക്കിൻ്റെ അർത്ഥം കേട്ടിട്ട് തിരിയാത്ത പോലെ വെക്കരുത്. ഖുൽദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷ നീ എന്ത് ആസ്വദിക്കുക, തീരൂല ഇത്. ബിമാ കുന്തും തഅമലൂൻ, എന്താ ഇത് കിട്ടാനുള്ള കാരണം? നിങ്ങൾ ചെയ്ത്. സത്യത്തിൽ സൂറത്ത് സജിദ ഉണ്ടല്ലോ, നിങ്ങൾ വെള്ളിയാഴ്ച ഈ സൂറത്ത് ഓതുന്ന ഇമാമുകളുള്ള പള്ളിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ കരയുന്ന ഇമാം ഈ ഭാഗത്ത് പൊട്ടിക്കരയുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാവരും പറയുന്നത് പോകണം എന്നാട്ടോ. നമ്മൾ ഈ സൂറത്ത് വെള്ളിയാഴ്ച സുബഹിൻ്റെ ആദ്യ റക്അത്തിൽ ഓതൂലേ? ഇല്ലേ? ഓതും. ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ഓതി നോക്ക്. ഒറ്റയ്ക്കിരുന്നിട്ട് എന്നോട് നിങ്ങളോടും അള്ളാഹിൻ്റെ പരലോകത്തെ മറന്ന ആളുകളോട് അള്ളാഹ് പറയുന്ന മറുപടി. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചില ഹദീത്തുകളുണ്ട്. ഐനാൻ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾക്ക് നരകത്തിൻ്റെ തീ തൊടൂല. ആ രണ്ട് കണ്ണിന് എന്ത് ചെയ്യൂല? തീ തൊടു പോലും ഇല്ല. അതിലൊന്നേതാണ്? ഐനുൻ ബക്കറ്റ് മിൻ ഖശിയത്തില്ല. ഇങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പേടിച്ചിട്ട് കരയുന്ന കണ്ണുകളില്ലേ, ആ കണ്ണുകൾ അല്ലേ. പിന്നെ ആർഷിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം നമ്മൾ പഠിച്ചു. വറജുൽ ദക്കറല്ലാഹ് ഖാലിയ ഫഫാദത്ത്, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെ ഓർത്ത് കരയുന്ന കണ്ണീര് വരുന്ന കണ്ണുകൾ, അള്ളാഹു അവർക്ക് തണൽ കൊടുക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ബോധ്യം വരുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ പഠിച്ചവൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ, ആ ഒരു ബോധ്യം അതുകൊണ്ട് പേടിക്കുന്നവർ, തെറ്റുകളിൽ നിന്ന് മനസ്സിനെ കാത്തുപിടിച്ച് അല്ലേ തോന്നിയൊന്നും ചെയ്യാത്ത ആളുകൾ, സ്വർഗം ഫൈനൽ ജന്ന, സ്വർഗം ഉറപ്പാണ്. ഹിയൽ അഭയമായിട്ട് അവർക്ക് എന്താ പഠിച്ചു കൊടുക്കുന്നത്? സ്വർഗമാണ്. സൂറത്ത് ത്വാഹിൽ മറിച്ചു പറഞ്ഞു, ഈ ഖുർആൻ ദിക്കിരി അല്ലേ, എൻ്റെ ദിക്കറിന്, ഈ ഖുർആൻ എന്ന ഉത്ബോധനത്തെ തിരിഞ്ഞു കളഞ്ഞിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഫൈനൽ ഹു മഈശത്തൻ ദൻക, ഇടുങ്ങിയ ജീവിതം കൊടുക്കുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, കണ്ണ് കാണാത്തവനായിട്ട് ഖിയാമത്ത് നാളിൽ വരിക. മനുഷ്യൻ ചോദിക്കും, എനിക്ക് ദുനിയാവ് കണ്ട് ലിമ ഹശർതനി അഅമ, ഇനി എന്തുകൊണ്ടാണ് പഠിച്ചവനെ നീ മഹ്ശറിൽ കണ്ണ് കാണാത്തവനാക്കി മാറ്റിയത്? ഞാൻ ദുനിയാവ് കണ്ടിരുന്നല്ലോ. അള്ളാഹിൻ്റെ മറുപടി എന്താണെന്നറിയോ? നീ എന്തിനെ മറന്നു? എന്ത് കണ്ടില്ല? ഈ ഖുർആൻ നീ വായിച്ച് പഠിച്ച് മനസ്സിലാക്കില്ലേ? ഇങ്ങനത്തെ ഒരു ദിവസം നീ ഇല്ല. അള്ളാഹിനെ മറന്നു. സഹോദരങ്ങളെ, അള്ളാഹ് നമ്മൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നു. ഇതേ വേദിയിൽ കണ്ണ് കാണാത്ത ജലീൽ പരപ്പരങ്ങളെ വന്ന് പ്രസംഗിച്ച് നിങ്ങൾ കണ്ടതല്ലേ? അള്ളാഹു 2 കണ്ണും കണ്ടിട്ട് ഈ ലോകത്തെ ആൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കണ്ടതുപോലെ അല്ലേ, ഈ ലോകത്തെ ആൾ ഫ്ലൈറ്റ് കണ്ടില്ലല്ലോ. മക്കത്തെത്തി കഅബ കണ്ടില്ലല്ലോ. നിങ്ങൾ നോക്ക്, എന്നിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് നമുക്ക് ഉപദേശം തരിക. കണ്ണ് കാണാത്ത ഒരാൾ. പഠിച്ചോ, നമ്മൾക്ക് ഓരോന്നിൻ്റെ വില മനസ്സിലാകും അല്ലേ? ഓരോന്നായിട്ട് കണ്ണ് കണ്ടുകൊണ്ടിരിക്കെ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. കേട്ടുകൊണ്ടിരിക്കുക നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് അല്ലേ? ഖത്തറിൽ വലിയ ജോലി ചെയ്ത ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ, വലിയ നല്ല ജോലി ചെയ്ത ആൾക്കാരാണ്, ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് 2 കണ്ണുകൾ കാണൂല. പള്ളിയും കാര്യങ്ങളൊക്കെ ദൈവത്തിനൊക്കെ സജീവമായിട്ട് മുമ്പിലുണ്ടാവും. മുമ്പ് കണ്ട ഒരാളാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. അള്ളാഹ് പറയാം, ഖുർആൻ ഉണ്ടായിട്ട് അത് കാണാത്ത ആൾക്കാർ. ഒരു ഹാഫിളായ മോൻ പറഞ്ഞില്ല, ആഫ്രിക്ക രാജ്യത്ത്, ഈ ഖുർആൻ എനിക്കൊന്നും എന്ത് ചെയ്യണമായിരുന്നു അല്ലേ, ഒന്ന് കാണണമായിരുന്നു അല്ലെ, ഉമ്മാനെ കാണണമായിരുന്നു, എൻ്റെ ബാപ്പാനൊന്ന് കാണണമായിരുന്നു അല്ലേ, എൻ്റെ മക്കൾ എന്നെ ഒന്ന് ബാപ്പാന്ന് വിളിക്കണമായിരുന്നു. ഈ നിഅമത്ത് മുഴുവൻ പഠിച്ചവനാർക്ക് തന്നിട്ടുണ്ട്, നമ്മൾക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. ഇതെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പടച്ചോൻ തന്ന പണം, പടച്ചോൻ തന്ന ആരോഗ്യം, പടച്ചോൻ തന്ന സമയം, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അള്ളാഹിനെ മറന്നിട്ട് ദുനിയാവിലാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹിൻ്റെ മറുപടി ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ ഇതൊക്കെ അനുഭവിച്ചു. ഒരൊറ്റ ആയത്തും കൂടെ നമുക്ക് ഓതാം. ഒതുക്കോ.
ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കൂടെ, അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി എടുക്കണം. ഇന്നമാ യുഅ്മിൻ, സത്യവിശ്വാസികൾ ഇവർ മാത്രമാണ്, വിശ്വസിക്കുന്നവർ ഇവർ മാത്രമാണ്. ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ ഇവർ മാത്രമായിരിക്കും. ആര്? അല്ലദീന ഇദാ ദുക്കിറു, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഖറു, അവർ വീഴും നിലത്തേക്ക്. ഇങ്ങനെ സുജ്ജദ, സുജൂദിലായിട്ട് വീഴും. ഇവർ മാത്രമേ ശരിക്കും വിശ്വസിക്കൂ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ. അത് ഖുർആൻ, ദൃഷ്ടാന്തങ്ങൾ, ഏത് കണ്ടാലും കേട്ടാലും ഖുർആൻ എന്തുമാകട്ടെ, വിശ്വസിക്കുന്നവർ അവർക്ക് ഉത്ബോധനം കേട്ടാൽ ഖറു സുജ്ജദ, അവർ സുജൂദിൽ വീണു പോകും. വസബ്ബഹു, അവർ തസ്ബീഹ് നടത്തും. ബിഹംദി റബ്ബിം, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. വഹും ലാ യസ്തക്ബിറൂൻ, അവരെന്ത് ചെയ്യൂല, കിബ്ർ കാണിക്കൂല. ഈ ആയത്താണ് തിലാവത്തിൻ്റെ സുജൂദുള്ള ഒരായത്ത്. ഇത് ഇമാം ഓതുമ്പോൾ എന്ത് ചെയ്യും, നോർമലി നമ്മളൊക്കെ ഓതുന്നവരും കേൾക്കുന്നവരൊക്കെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിൽ മാത്രമല്ല, എപ്പോഴും നിങ്ങൾ ഒറ്റക്കൊക്കെ ഓതൂലേ, ആ സമയത്തൊക്കെ എന്ത് ചെയ്യുക, ആ നിലക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹ് പറയാണ് അല്ലേ, ശരിക്കും അള്ളാഹുവിൻ്റെ ഖുർആനിക ആയത്തോ ഇനി പ്രപഞ്ചത്തിലെ ഏത് ദൃഷ്ടാന്തങ്ങളോ എന്തുമാകട്ടെ, അതിലേക്ക് വിശ്വസിക്കുന്ന ആളുകൾ, അവരോട് ഉത്ബോധനങ്ങൾ കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഖുർആൻ പറഞ്ഞില്ലേ മുനാഫിക്കിൻ്റെ അടയാളം, ഖുർആൻ പറഞ്ഞത് എന്താണ്, അവർക്കൊരു ഖുത്ബ കേട്ടാൽ, ഒരു വഅദ് കേട്ടാൽ, ഒരു ആയത്തുകൾ അല്ലേ, ഒരു ആയത്ത് മുനാഫിക്കാണ്, കപട വിശ്വാസികൾക്ക് ഒരു ആയത്ത് കേട്ടാൽ, നമ്മൾ ഏതാണെന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കപട വിശ്വാസിക്ക് ഒരു ആയത്ത് കേട്ടാൽ നദറ ബഅദുഹും ഇലാ ബഅദ്, എന്താ അതിൻ്റെ അർത്ഥം? നദറ നോക്കും, ചിലർ ആരെ നോക്കും, ഇലാ ബഅദ് വേറെ ആൾ. ഇതെല്ലാം ഇന്നത്തെ ഖുത്ബ ശരിക്കും ആ അജിയാറെ പറ്റി തന്നെയാണ് അല്ലേ, ഇന്നത്തെ ഖുത്ബ ഇന്ന വ്യക്തി, ഞാനല്ല, ഞാൻ എപ്പോൾ സേഫാണ്. ഇതാരുടെ സ്വഭാവമാണ്? മുനാഫിക്കിൻ്റെ സ്വഭാവം. മുഅ്മിനിൻ്റെ സ്വഭാവം ആരാണ്? ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ദുക്കിറൂ ബിഹാ, അല്ലേ, ആയത്തുകൾ കേൾക്കുമ്പോൾ പേടിക്കുന്ന ആളുകൾ. വേറെ സുഹൃത്ത് പറഞ്ഞില്ലേ, ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്താ, പിന്നെ വൈദാ തുലിയത അലൈഹിം ആയത്തുഹിം, ഈമാൻ വർദ്ധിക്കും. അള്ളാഹിനെ പറ്റി കേൾക്കുമ്പോൾ ഹൃദയം കിടുകിടാ വിറക്കും അല്ലേ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹിൽ തവക്കുൽ ചെയ്യുന്ന ആൾക്കാർ, ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന ആൾക്കാർ. മുനാഫിക്കാണെങ്കിൽ ഇതൊക്കെ അവരെപ്പറ്റി ഇവരെപ്പറ്റി ഞാൻ എല്ലാ ആയത്തിലും സേഫാണ് എന്ന് പറയുന്ന ആളുകൾ. ഈ ആയത്ത് പറയാണ് ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ മസ്അലയെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. നമ്മളങ്ങനെയല്ല. ഇവർക്കുള്ള ചില ഗുണങ്ങൾ അമ്മാനെ അവർ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ഒന്ന്, അള്ളാഹിൻ്റെ ആയത്തുകൾ മുഖേന എന്ത് കേട്ട് കഴിഞ്ഞാലും അത് ഭക്തിയോടെ കേൾക്കും, അനുസരിക്കും ഒക്കെ ചെയ്യും. എന്ത് മറിയം സൂറത്തിൻ്റെയും ഫുർഖാൻ, ഇത് പറയാൻ കാരണം എക്സാം വരും ഈ സൂറത്ത് കഴിഞ്ഞാലും ഇതിലൂടെയൊക്കെ ഒന്ന് പോകും. വിശ്വസിക്കുന്ന ആൾക്കാരുടെ ചില ഗുണങ്ങളാണ് കേട്ടോ. ഏത് കേട്ട് കഴിഞ്ഞാലും നല്ല മുഅ്മിനാണെങ്കിൽ ഒരു ഖുത്ബയോ വഅദോ ക്ലാസ്സോ എന്തെങ്കിലും ശ്രദ്ധിച്ചവരെന്ത് ചെയ്യും, കേൾക്കും, അതനുസരിക്കാൻ നോക്കും. കേൾക്കുമ്പോൾ തന്നെ അതങ്ങനെ മുടക്കും. സക്കാത്തിൻ്റെ ക്ലാസ് വെക്കുമ്പോൾ ഞാനങ്ങനെ കൊടുക്കാണ്ടിരിക്കണം എന്ന മസലയായിരിക്കും ചോദിക്കാൻ നോക്കും. മറ്റും അങ്ങനെയല്ല, അവൻ ചിന്തിക്കുന്നത് അവൻ്റെ സ്വത്ത് സംശുദ്ധമാണോ എന്നാ ചോദിക്കുക. രണ്ടാമത്തെ ഗുണം വഹും ലാ യസ്തക്ബിറൂന, കിബ്ർ നടിക്കൂല അല്ലേ. എന്താ കിബ്ർ? സത്യം കേൾക്കുമ്പോൾ അതിന് പുറന്തള്ളയില്ലേ അല്ലേ. അത് അങ്ങനെയൊന്നല്ല, അവരെന്ത് ചെയ്യും, ഏതിലും എന്ത് ചെയ്യും, അത് കേൾക്കും. പിന്നെ സ്വഭാവങ്ങളിൽ ആദരവുണ്ടാകും, പെരുമാറ്റം ഉണ്ടാകും, വിനയം ഉണ്ടാകും, നല്ല എല്ലാം ഉണ്ടാവും. അഹങ്കാരം, പൊങ്ങച്ചം, ആൾക്കാരെ കാണിക്കൽ, ഇങ്ങനത്തെ ഒന്നും അവർക്ക് ഉണ്ടാകില്ല. മൂന്നാമത്തെ ഗുണം പറയാണ്, രാത്രി എല്ലാവരെ പോലെയും ഫുള്ളായിട്ട് കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ വീണ്ടും കിടന്നുറങ്ങിയിട്ട് വെള്ളിയും ശനിയാകുമ്പോൾ ഉച്ച പിന്നെയും കിടന്നുറങ്ങിയിട്ട് ഉറങ്ങുന്നവരല്ല വിശ്വാസികൾ. രാത്രി ഉറങ്ങും, നേരത്തെ ഉറങ്ങും. അവർക്ക് പറ്റുന്ന സമയത്ത് ഒരു ദിവസം താജ്ജുദൊക്കെ നിസ്കരിക്കാൻ പൂതി ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവില്ലേ അല്ലേ. കിട്ടുന്ന ഗ്യാപ്പിൽ അവർ നിസ്കരിക്കാൻ നോക്കും, അല്ലെ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ നോക്കും. അങ്ങനത്തെ ആളുകളായിരിക്കും. നാലാമത്തെ ഗുണം ഭയപ്പാടും. പിന്നെ ഈ അടുത്ത ആയത്തിനത് പറയുന്നുണ്ട്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തോട് ആഗ്രഹം ഉണ്ടാകും, നരകത്തെ പേടിയുണ്ടാവും. എന്തും അള്ളാഹിനോട് ചോദിക്കും, ഇഷ്ടപ്പെട്ടിട്ടും പേടിച്ചിട്ടുമാണ് എന്ത് ചെയ്യുക, അവർ ആ നിലയ്ക്ക് ചോദിക്കുന്നത് അല്ലേ. ഇങ്ങനത്തെ ചില ഗുണങ്ങളാണ് പറയുന്നത്. അത് അടുത്ത ആയത്തും കൂടെ എടുക്കുമ്പോഴാണ് അത് ഫുള്ളാകുക. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹ് പറയാണ്,
ശരിക്കും സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദ. സത്യവിശ്വാസികൾ അള്ളാഹിൻ്റെ ആയത്തുകളെ പറ്റി കേൾക്കുമ്പോൾ സുജൂദ് വീണു പോവുകയാണ്. പിന്നെ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുന്ന എന്താ പറയുക, നമ്മളിപ്പോൾ സുജൂദിലൊക്കെ ദുആ ചെയ്യില്ലേ, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി അല്ലേ, അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടും തസ്ബീഹ് അല്ലേ, പിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹിൻ്റെ അവസാനത്തെ ഭാഗം എന്താണ്, വസബ്ബിഹ് ബിഹംദി റബ്ബ് വസബ്ബിഹ്, നീ തസ്ബീഹ് നടത്ത് റബ്ബിനെ, എങ്ങനെ, ബിഹംദി റബ്ബിക്, നിൻ്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, വസ്തഗ്ഫിർ, പിന്നെ അവനോട് എന്ത് ചെയ്യും, നീ ഇസ്തിഗ്ഫാർ ചോദിക്കും. ഇതാണ് റുക്കൂവിനും സുജൂദിലൊക്കെ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ കൂടുതലും റസൂൽ റുക്കൂവിനും സുജൂദ് അധികരിപ്പിച്ച ദുആ ഏതാണ്, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി. തസ്ബീഹും ഉണ്ട്, അതുപോലെ ഹംദും ഉണ്ട്, തഹ്മീദും ഉണ്ട്, ഇസ്തിഗ്ഫാറും ഉണ്ട്. ഓക്കെ അല്ലേ, ആ നിലക്ക്. എന്നിട്ട് അള്ളാഹ് പറയാം ഒറ്റൊരായത്തും കൂടെ, ഇപ്പോഴും പിന്നെ നീട്ടി കൊണ്ടുപോയല്ലോ കേട്ടോ, ആ വിഷയം ഫുള്ളാക്കും. ഒന്ന് എല്ലാവരും ഓദിക്കോ. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ഇവരുടെ സ്വഭാവം എന്താണെന്നറിയോ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം, തതജാഫ അകന്നു പോകും, ജുനൂബും അവിടെ പാർശ്വങ്ങൾ, അവിടെ ബോഡി അകന്നു എവിടുന്ന്, അനിൽ മദാജി, മൽജ കിടക്കുന്ന സ്ഥലം, ബെഡിന്ന് ബോഡീനെ അവരെന്ത് ചെയ്യും, മാറ്റും, എന്ന് വെച്ചാൽ ഉറക്കുന്നവരെന്ത് ചെയ്യും, എണീക്കും. യദ്ഊന ദുആ ചെയ്തുകൊണ്ട്, റബ്ബ് നിങ്ങളുടെ റബ്ബിനോട്, യദ്ഊന ഖൗഫ പേടിച്ചിട്ടും, വതമഅ ആഗ്രഹിച്ചിട്ടും. അതാ വിശ്വാസിൻ്റെ ലക്ഷണം. ഇപ്പം പറഞ്ഞില്ല അവസാനം, വിശ്വാസി ഉറങ്ങുന്നിടത്ത് എണീക്കും, ദുആ ചെയ്യും, അതോ നിസ്കരിച്ച് ദുആ ചെയ്യും, പേടിച്ചിട്ട്, ഖൗഫ എന്താ പേടിക്കുന്നത്, പറഞ്ഞതാണല്ലോ, എന്താ പേടിക്കുക, നരകത്തെ പേടിച്ചിട്ട്, വത്വമഅ മോഹിച്ചിട്ട്, എന്താ മോഹിക്കുക, സ്വർഗം. തഹജ്ജുദിന് നേരത്തെ എണീക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്യും, എണീച്ച് ദുആ ചെയ്യും, സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ പേടിച്ചിട്ടും. വമിമ്മാ റസഖ്നാഹും, നിങ്ങൾ നോക്കണേ, പൈസക്കാർക്ക് നോക്കിക്കോളൂ, ഉള്ളവർ, പൈസക്കാരെന്നല്ല, കാശ് കയ്യിലുള്ളവർ, അല്ലാണ്ട് വലിയ പിന്നെ ആൾക്കാരെന്നല്ല. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കും. ഞാനിപ്പോൾ എന്നോടും പിന്നെ എന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, സമ്പത്തിൻ്റെ വിഷയം വരുമ്പോൾ ദീനീ രംഗങ്ങളിലൊക്കെ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഇറക്കുമ്പോൾ, നമുക്ക് വീടുണ്ടാക്കാൻ 50 ലക്ഷം 1 കോടി നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, എന്നാലും സ്വതക്ക കൊടുക്കുമ്പോൾ 10 റിയാൽ 50 റിയാൽ തന്നെ ഉണ്ടാകുക. സമ്പത്ത്, കാശ് എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെതല്ല, നിങ്ങളുടേതല്ല. കാശ് അള്ളാഹ് നമുക്ക് വിട്ടു തന്നിട്ട്, പലതും വിട്ടു തന്നിട്ടുണ്ട്, കാശ് വിട്ടു തന്നിട്ടില്ല. റിസ്ക്കിനെ പറ്റി ഇവിടെ എന്താ പറഞ്ഞത്, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കും. നിങ്ങളെ സ്വന്തം നിങ്ങൾ ചിലവഴിക്കൊന്നും വേണ്ട, പടച്ചോൻ തന്നാ ചിലവഴിക്കേണ്ടത്. പണത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു, പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഈ പണം ഇവിടെ ഉണ്ട്, അത് വേറെ ആരുടെ കയ്യിലുള്ളത്. ഇപ്പം തൽക്കാലം ആരുടെ കയ്യിലുണ്ട്, നീ മരിക്കുമ്പോൾ നിൻ്റെ സ്വത്ത് അങ്ങ് പോകുന്നില്ല, അത് ഭൂമിയിൽ തന്നെ ബാക്കിയുണ്ടാവും, വേറെ ആൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അള്ളാഹു കുറച്ച് കൊല്ലത്തേക്ക് നിൻ്റെ കയ്യിൽ അള്ളാഹ് റൊട്ടേഷൻ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നീ കൊടുത്തേ പറ്റൂ. നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ, കൂലി കിട്ടും. പക്ഷെ ഞാൻ നിങ്ങളെ പല ഹദീസും കൽപ്പിച്ചത് ചോദിക്കുമ്പോൾ കൊടുക്കുന്നതിനെ പറ്റിയിട്ടല്ല. രോഗീനെ നീ അങ്ങോട്ട് പോയി എന്ത് ചെയ്യണം, കാണണം. സാഇ അലൽ അർമല, വിധവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക, മിസ്കീന് വേണ്ടി പരിശ്രമിക്കുക, യതീമിന് വേണ്ടി പരിശ്രമിക്കുക, കൊടുക്കുക. ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ അഫ്ളലാണ് നമ്മൾ തേടി പിടിച്ചെന്ത് ചെയ്യൽ, കൊടുക്കൽ. അപ്പോൾ ഈ റിയ ഉണ്ടാകരുത്. ലാ തുബ്സിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും അതിങ്ങനെ പോലെ ചൊറിഞ്ഞിട്ട് ഇടങ്ങാറാക്കിയിട്ടും അത് ബാത്തിലാക്കി കളയണ്ട, അത് വേറെ ഇഖ്ലാസോടെ ചെയ്യുക. ഇതൊക്കെ ഗുണങ്ങളാണ്, വിശ്വാസിയുടെ ഗുണങ്ങളാണ് അല്ലേ. സ്വർഗത്തിൽ സ്ഫടികത്തിൻ്റെ കൊട്ടാരം കിട്ടുന്ന ചില ആളുകൾ നല്ല പോലെ ലിവൻ അലാഞ്ഞൽക്ക ലോലമായി സംസാരിക്കുക, ആളുകൾക്ക് വാത്തുമത്വാൻ ഭക്ഷണം കൊടുക്കുക, നോമ്പ് ഇഷ്ടപ്പെടുക, വന്നാസ് അല്ലേ സ്വല്ലാ ബില്ലൈലി വന്നാസു ഖിയാം, എല്ലാവരും വന്നാസു നിയാം, എല്ലാവരും ഉറങ്ങിക്കിടക്കും, എന്ത് ചെയ്യുക, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. സ്വർഗത്തിൽ സ്ഫടികത്തിൻ്റെ കൊട്ടാരം പഠിച്ചു നൽകുന്ന ആൾക്കാരാണത്. അതുകൊണ്ട് പഠിക്കുക, അള്ളാഹുവിൻ്റെ ഖുർആൻ കൂടുതലായിട്ട് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, ചെയ്ത തെറ്റുകൾ പൊറുക്കുമാറാകട്ടെ.